എന്തു പറ്റി? ഏയ് ഒന്നുമില്ല. ഇങ്ങനെ ഒന്നുമില്ല എന്ന് പറയുന്ന ഈ ഒരു വാക്കിൽ എത്രയെത്ര ദുഃഖങ്ങളാണ് ഓരോരുത്തരും മറച്ചു വയ്ക്കുന്നത്. സ്നേഹത്തിൻ്റെ ഒരു മറുവശം എന്തെന്നാൽ, ആർക്കാണോ സ്നേഹം നമ്മൾ അമിതമായി നൽകുന്നത് അവരാൽ തന്നെ നമ്മൾ പലപ്പോഴും അവഗണിക്കപ്പെടാറുണ്ട് എന്നുള്ളതാണ് സത്യം. നിങ്ങൾക്കറിയോ, പലരും നിങ്ങളെ വെറുക്കാനുള്ള കാരണം എന്താണെന്ന്? അവരെത്രയൊക്കെ ശ്രമിച്ചിട്ടും നിങ്ങൾക്കൊപ്പം എത്താൻ കഴിയുന്നില്ല, അല്ലെങ്കിൽ നിങ്ങൾക്ക് മുകളിലേക്ക് പോലും എത്താൻ കഴിയുന്നില്ല. നിങ്ങൾക്കൊപ്പമോ നിങ്ങൾക്ക് മുകളിലേക്കോ എത്താൻ കഴിയുന്നില്ല എന്നതുകൊണ്ടാണ് പലരും നിങ്ങളെ വെറുക്കാനുള്ള കാരണം കേട്ടോ. ഇനി സ്വന്തമായി ജീവിതത്തിൽ തീരുമാനം എടുക്കാൻ കഴിയാത്തവരാണെങ്കിൽ, അഥവാ ഇനി എടുത്ത തീരുമാനത്തിൽ ഉറച്ചു നിൽക്കാൻ പറ്റാത്തവരാണെങ്കിൽ, അവരുടെ ജീവിതം എപ്പോഴും മറ്റുള്ളവരുടെ കൈകളിലായിരിക്കും. നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം കേട്ടോ, നിങ്ങളെ വിധിക്കാനായിട്ട് ആർക്കും തന്നെ അവകാശമില്ല. അത് പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ എന്താണോ അനുഭവിച്ചത് അത് നിങ്ങൾക്കും ദൈവത്തിനും അല്ലാതെ മറ്റാർക്കും അതിനെപ്പറ്റി അറിയാൻ കഴിയത്തില്ല. നിങ്ങൾ മറ്റുള്ളവരെ മനസ്സിലാക്കുന്നത് പോലെ തന്നെ തിരിച്ച് നിങ്ങളെയും മനസ്സിലാക്കുള്ളൂ എന്നുള്ള ചിന്ത വെറുതെയാണ് കേട്ടോ. അങ്ങനെ ചിന്തിക്കരുത് എന്ന് സാരം. നമ്മളെപ്പോഴും നല്ലതിനെ പറ്റി, അതായത് നല്ല അനുഗ്രഹങ്ങളെ പറ്റി ചിന്തിക്കുമ്പോൾ നമ്മളെ അനുഗ്രഹം നമുക്ക് വേണ്ടി മുന്നോട്ട് വരും. അതങ്ങനെയാണ്. നമ്മളുടെ മനസ്സിൽ നമ്മൾ എന്താണോ ചിന്തിക്കുന്നത് അതായിത്തീരും നമ്മൾ ആത്മാർത്ഥമായി സ്നേഹിച്ചിട്ടും അവർക്ക് വേണ്ടി ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടും അവർ നമ്മളെ മനസ്സിലാക്കാതെയും തിരിച്ച് അതേ വാല്യൂ നമുക്ക് തരാതെയും അതിൻ്റെ പകുതി വില പോലും നമുക്ക് കൽപ്പിക്കാതെയും ഇരിക്കുന്നത് ഭയങ്കര വിഷമം നിറഞ്ഞ കാര്യമാണല്ലേ. ജീവിതത്തിൽ ഒരിക്കലെങ്കിലും മരണത്തെക്കുറിച്ച് ചിന്തിക്കുകയോ മരിക്കാനായിട്ട് പ്രയത്നിക്കുകയോ ചെയ്തിട്ടുള്ളവരുണ്ടെങ്കിൽ, അവരെന്നും ജീവനോടെയാണ് ഇരിക്കുന്നതെങ്കിൽ അവരൊരു തീരുമാനത്തിലെത്തിയിട്ടുണ്ടാവും, ഇനി എന്തൊക്കെ സംഭവിച്ചാലും ഞാൻ മരിക്കുകയില്ല എന്നും ഇനി എന്ത് പ്രശ്നം വന്നാലും അവർ നേരിടുമെന്ന് ഉറച്ച വിശ്വാസമുള്ളവരുമായിരിക്കും. മറ്റുള്ളവർ പറയുന്ന വാക്കുകൾക്ക് വില കൽപ്പിക്കാതെ, അതായത് ആവശ്യമില്ലാത്ത വാക്കുകൾക്ക് വില കൽപ്പിക്കാതെ, നമ്മുടെ സമാധാനമാണ് നമുക്ക് വലുതെങ്കിൽ നമ്മളുടെ ചിന്തകൾക്ക്, നമ്മുടെ പ്രവൃത്തികൾക്ക് നമ്മൾ വില കൽപ്പിക്കുക. നിങ്ങളെ ചതിക്കുന്നവരെ നിങ്ങൾ കണ്ടില്ലെന്ന് നടിച്ചുകൊണ്ട് നിങ്ങൾക്ക് താങ്ങായി നിൽക്കുന്നവർക്ക് നിങ്ങൾ കൂട്ടായിരുന്നുകൊണ്ട് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവിതം ഒരു വിജയമായി തീരും. സ്നേഹത്തിൻ്റെ വില എപ്പോഴും നമ്മൾ മനസ്സിലാക്കുന്നത് അത് കിട്ടുന്നതിന് മുമ്പോ അല്ലെങ്കിൽ അത് നഷ്ടപ്പെട്ടതിന് ശേഷമായിരിക്കും. കൂടുതലും അത് നഷ്ടപ്പെട്ടതിന് ശേഷമായിരിക്കും. നല്ല ചിന്തയിൽ നിന്ന് വരുന്ന കാര്യങ്ങളുണ്ടാവുമല്ലോ. നമ്മൾ ചിലപ്പോഴൊക്കെ നന്നായിട്ട് മോശമായിട്ട് അല്ലെങ്കിൽ നെഗറ്റീവ് ചിന്തിക്കാതെ പോസിറ്റീവായിട്ട് ചിന്തിക്കുന്ന മനസ്സ്, ആ മനസ്സിൽ നിന്ന് വരുന്ന പ്രവൃത്തി, കർമ്മം എപ്പോഴും നല്ലതായിരിക്കും. നിങ്ങൾ ചവിട്ടി കയറിപ്പോകുന്ന പടികൾ ഒരിക്കലും നിങ്ങൾ മറന്നു പോകരുത്. കാരണം തിരിച്ചിറങ്ങേണ്ടി വന്നു കഴിഞ്ഞാൽ ആ പടികളൊക്കെ നിങ്ങൾക്ക് ആവശ്യമായിട്ട് വരും. നാവിന് അസ്ഥികളൊന്നുമില്ല, പക്ഷെ അതിന് ഹൃദയം തകർക്കാനുള്ള പവറുണ്ട്, ശക്തിയുണ്ട്. നിങ്ങൾ ഇഷ്ടപ്പെടുന്ന കാര്യങ്ങൾക്ക് വേണ്ടി നിങ്ങൾ സമയം ചെലവഴിക്കുന്നത്, അത് നല്ല കാര്യത്തിന് സമയം ചെലവഴിക്കുന്നത് നിങ്ങൾ അപ്പോൾ കടന്നു പോകുന്ന മനസ്സിൻ്റെ വിഷമങ്ങളെ പരിഹരിക്കാൻ ഉത്തമമാണ്. ആർക്കൊക്കെയോ വേണ്ടി, എന്തിനൊക്കെയോ വേണ്ടി, എന്തിനാണ് ഈ ജീവിതം എന്നറിയാതെ ചുറ്റും നമ്മൾ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെയുള്ള മനുഷ്യരെ നമുക്ക് കാണാൻ കഴിയും. ഉരുകിത്തീരുന്ന, എന്തിനോ വേണ്ടി ആർക്കും വേണ്ടാതെ ഉരുകിത്തീരുന്ന ഒരുപാട് ജന്മങ്ങൾ. അങ്ങനെയുള്ള മനുഷ്യരോടായിട്ട് നിങ്ങളെ ആർക്കും വേണ്ടെങ്കിലും നിങ്ങളെ നിങ്ങൾക്ക് വേണം. തൊട്ടതിനും പിടിച്ചതിനും ഒക്കെ കുറ്റം കണ്ടുപിടിക്കുന്നവർക്ക്, അത് എന്ത് ചെയ്താലും കുറ്റം മാത്രം കണ്ടുപിടിക്കുന്നവർക്ക് ഒരിക്കലും മറ്റുള്ളവരുടെ നന്മ കാണാൻ കഴിയത്തില്ല. തെറ്റാണെന്ന് അറിയാമായിട്ടും അതിനെ ന്യായീകരിക്കാൻ നിൽക്കുന്ന വ്യക്തികളുണ്ടാവും. അവരോട് തർക്കിച്ച് നിങ്ങളുടെ സമയം വെറുതെ കളയരുത്. കാരണം ആ വ്യക്തിയുടെ മനസ്സിൽ ഞാനെന്ന ഭാവം കിടക്കുന്നിടത്തോളം കാലം മറ്റൊരാൾ എന്തു പറഞ്ഞാലും അംഗീകരിച്ചു തരത്തില്ല.